ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ട്രാവൽ ബുക്ക്. അപ്പോൾ കാട്ടാക്കട താലൂക്കിലെ കള്ളിക്കാട് പഞ്ചായത്തിലെ കാളിപ്പാറ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്ത് വന്നതാണ്. നെയ്യാർ ഡാമിൻ്റെ അടുത്ത് നെയ്യാർ ഡാമിൻ്റെ വ്യൂ കിട്ടുന്ന ഒരു സ്ഥലമാണ്. ആ ഒരു 360 വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു സ്ഥലവും കൂടിയാണ്. നല്ല മഴയും ഇടിയൊക്കെ ഉള്ള സമയമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ കാളിപ്പാറയിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വണ്ടി വെച്ചിട്ട് കയറാണ്. നല്ല മഴ വരുന്നുണ്ട്. ഇതിനു മുന്നേ ഒരിക്കൽ വന്നപ്പോഴും നല്ല മഴയും ഇടിയൊക്കെ ആയിട്ട് പകുതി വെച്ചിട്ട് പോവേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുകളിലോട്ട് കയറി ബാക്കി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഫ്രണ്ടിൽ കേരള വാട്ടർ അതോറിറ്റിയുടെ ഒരു ടാങ്കൊക്കെ പോലത്തെ സംഭവം കാണാൻ പറ്റും. ഇന്നും അത്യാവശ്യം നല്ല മഴ വരുന്നുണ്ട്, ഇടിക്കൊക്കെയുള്ള ചാൻസ് ഉണ്ട്. ഇത് ഇവിടെ ഇങ്ങനെ ഒരു ഇതായിട്ടുള്ളൊരു വ്യൂ കിട്ടുന്നുണ്ട്. ഇതാ ഇവിടെ വെള്ളം ഇത് ഡാമിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്കിവിടെ കാണാനും പറ്റുന്നുണ്ട്. ഇങ്ങനെ പാറയുടെ പുറത്തൂടെയൊക്കെ കയറിപ്പോണം. നെയ്യാർ ഡാം നമുക്കിത് അവിടെ ഷട്ടറിൻ്റെ ഭാഗമൊക്കെ ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. കാച്ച്മെൻറ്റ് ഏരിയയും കുറച്ച് അതൊക്കെ കാണാനുണ്ട്. പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ വരുന്നുണ്ട്, ഇടിയും പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ലൈറ്റ്നിങ് ഡിറ്റക്ടർ പരിപാടിയൊന്നുമില്ല. മിന്നലടിച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. പിന്നെ ഒരു സമാധാനം, ഞങ്ങളല്ലാതെ ഇവിടെ കുറച്ച് പയ്യന്മാർ കൂടെ വന്നിട്ടുണ്ട് താഴെ. അവർ കയറിയിട്ടില്ല, അതുകൊണ്ടൊരു സമാധാനമുള്ളത്. എവിടെ അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് മുകളിലോട്ട് പോകാം. ഇവിടെ കല്ല് കൊത്തി വെച്ചിട്ടുള്ള വഴിയാണ്. സൂക്ഷിച്ച് കയറില്ലെങ്കിൽ ടസ്കാവും. ഇവിടെ കുറച്ച് ഭാഗം വെള്ളമൊക്കെ മഴയുടെ ആയിട്ടുള്ള വെള്ളമൊക്കെ കിടക്കുന്നുണ്ട്. സ്ലിപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പറഞ്ഞു വന്നേ, ഇതിന് മുന്നേ ഞങ്ങൾ വന്നപ്പോൾ ഇതിന് മുന്നേ ഞങ്ങൾ വന്നപ്പോൾ കൊറോണ കഴിഞ്ഞ സമയത്ത് ഇതേപോലെ ഒരു സമ്മറിൽ വന്നതാ. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ നല്ല ചൂടായിരുന്നു, നല്ല മഴയായിരുന്നു, ഇടിയും മിന്നലും ഒക്കെ ആയിരുന്നു. ഞങ്ങൾ മിസ്റ്റും ഡാർക്കായിട്ടുള്ള സിറ്റുവേഷനായിരുന്നു. ഞങ്ങൾ പിന്നെ തിരിച്ചു പോയി. ഈ കയറ്റം കയറി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇങ്ങനൊരു നിരപ്പായിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ നമ്മൾ നെയ്യാർ ഡാം കുറച്ചുകൂടി ക്ലിയറായിട്ട് കാണാൻ പറ്റും. ഇതോ അവിടെ മിസ്റ്റ് പോലെയൊക്കെ എന്തോ പറന്നൊക്കെ പോകുന്നുണ്ട്. മിസ്റ്റാണോ ആരെങ്കിലും തീട്ടതാണോ എന്നും അറിയില്ല. അത് കഴിഞ്ഞ് നമുക്ക് ഇങ്ങനെ നടന്നു പോവാം.
മഴക്കാറായിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ അധികം വെയിലും ഇല്ല ചൂടുമില്ല. പക്ഷെ ഇതാവാൻ തളർന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ഇവിടെ ഉണ്ട്, കുറച്ചധികം ഉണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ നെയ്യാർ ഡാമിൻ്റെ വ്യൂ. ഞാൻ നേരത്തെ പറഞ്ഞേ കയറ്റം കഴിഞ്ഞപ്പോൾ കുറച്ച് ദൂരം നിരന്ന സ്ഥലമായിരുന്നു. പിന്നെയും പാറയ്ക്ക് ഉള്ളിലൂടെ കയറി പോകണം. ഇച്ചിരി സ്പീഡാവുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ ഇടി ഒക്കെയാണ് ഇവിടെ. അതിന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമില്ല. അമ്പലമുണ്ട്, അമ്പലത്തിൽ ആൾക്കാരും വരുന്നതാണ്. പക്ഷേ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഒരിക്കലും നന്നായിരിക്കില്ല. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ വീട്ടിൻ്റെ അവിടെയൊക്കെ നല്ല വെയിലായിരുന്നു, സൂപ്പർ വെയിലും സൂപ്പർ ചൂടുമായിരുന്നു. പക്ഷേ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഒരു കാട്ടാക്കട കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല പോലെ മഴക്കാറും മഴയും ഒക്കെ ആയിട്ട് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. ഇങ്ങോട്ട് വരുന്ന വഴിയും നേരെ നെയ്യാർ ഡാം വരിക. നെയ്യാർ ഡാമിൻ്റെ അവിടെ നമ്മൾ ലെഫ്റ്റിലോട്ടാണ് പോകുന്നത്. ലെഫ്റ്റിലോട്ട് തിരിയാതെ നേരെ തന്നെ വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല റോഡാണ്. ഒരു പാലമൊക്കെ കാണാൻ പറ്റും. അവിടെ നിന്ന് 2-3 കിലോമീറ്റർ മുന്നിലോട്ട് വരുമ്പോൾ ഈ സ്ഥലത്തോട്ട് വരാമെന്നുള്ള വഴിയിലെത്തും. ഇവിടെ അമ്പലത്തിൻ്റെ ഭാഗങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നിരപ്പായിട്ടുള്ള സ്ഥലം എത്തിയിട്ടുണ്ട്. ഇന്ന് അമ്പലം തുറക്കുന്ന ദിവസമാണ്. ചൊവ്വ വേറെ ദിവസങ്ങളിലാണ് അമ്പലം തുറക്കുന്നത്. ചൊവ്വയാണോ തിങ്കളാണോ എന്ന് ഒന്നുകൂടെ നോക്കണം. ഈ ദിവസങ്ങളിലാണ് അമ്പലം ഇവിടെ തുറക്കാറ്. കുറച്ചുകൂടെ നമ്മളിങ്ങനെ കയറി വന്നപ്പോഴത്തേക്ക് ഇത് അവിടെ സൺലൈറ്റും മഴ പെയ്യുന്നതൊക്കെ ആയിട്ടുള്ളൊരു നല്ല വ്യൂ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഇത് ഈ ഭാഗത്ത് മഴ പെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ പുറകിൽ സൺലൈറ്റും അടിക്കുന്നുണ്ട്. ഇതിൻ്റെ താഴെ ഇവിടെ ഒരു കുഴിയാണ്. കൂടുതൽ ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ കുഴിയിലോട്ട് പോകും. നമുക്കിതിലെ കുറച്ചുകൂടി മുകളിൽ പോയിട്ട് ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ കുറച്ചുകൂടി നല്ല വ്യൂ കിട്ടുന്നതിൻ്റെ പ്രതീക്ഷ ഇതിൻ്റെ മുകളിലോട്ടാണ് നമുക്ക് പോകാനുള്ളത്. അപ്പോൾ നീ കാളിമലയിലാണ് പോയിരുന്നെങ്കിലോ? ഡെഡ് കാളിമല ഇതിനും സീനാണ്. മരുത്തോമല ഇത് അതിനും സീനാണ്. ഈ കാളിമലയുടെയും മരുത്തോമലയുടെയും ഒക്കെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് നിങ്ങളെല്ലാവരും പോയി കാണേണ്ടതാണ്. ഇതേ ഇവിടെ നമ്മളെ നെയ്യാർ ഡാമിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്നും കാണാൻ പറ്റും. ഈ മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. അങ്ങോട്ട് ഇറങ്ങാം, പക്ഷെ അങ്ങോട്ട് ഇറങ്ങുന്നില്ല. നമുക്ക് നേരെ മുകളിലോട്ട് പോകാം. മഴ കാലാവസ്ഥയായതുകൊണ്ട് പെട്ടെന്ന് മുകളിലെത്തുക എന്നുള്ള പരിപാടിയാണ്. നല്ല കാറ്റുണ്ട്, നല്ലൊരു പെർഫ്യൂമിൻ്റെ മണമുണ്ട്. പെർഫ്യൂം വേണം, സാമ്പ്രാണി തിരിയുമോ പോട്ടെ കളന്നോ. നമുക്ക് പിന്നെയും ഇങ്ങനത്തെ പാറയുടെ പുറത്തൂടെ കയറണം. നല്ലൊരു തണുത്ത കാറ്റൊക്കെ ഉണ്ട്. ഒരു വൈഡായിട്ടുള്ള വ്യൂ ഇവിടെ നിന്ന് കിട്ടും. ഇങ്ങനെ ഇത് ആ പുറകെ കാണുന്ന മല കാളിമല കുരിശുമലയാണ്, ഉറപ്പാണ്. ഇതല്ല, ഇതിന് പുറകിലുള്ള മല. അല്ലാതെ കുറേ മലകളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഒരു റോഡും നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന്. നല്ല തണുത്ത കാറ്റും അടിക്കുന്നുണ്ട്. ഞാൻ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടോയെന്നും അറിയില്ല. കാറ്റ് കണ്ടിട്ട് എന്തായാലും കുറച്ചുകൂടെ മുകളിലോട്ട് പോവാം. പക്ഷേ ഒന്ന് കൂളായിട്ടുണ്ട് ടോപ്പ് ഭാഗത്തോട്ടിലെത്തിയപ്പോൾ. ഞാൻ നേരത്തെ പറഞ്ഞത് സൺലൈറ്റ്, മഴ, കാർമേഘം കേട്ട് വൈബാണ്, വൈബ്. ഇവിടെ നമുക്ക് താഴെ ഇങ്ങനെ ഇതിൻ്റെ താഴെയുള്ള കാഴ്ചകളൊക്കെ കാണാനും പറ്റും. നമ്മൾ കുറച്ചുകൂടെ മുകളിലോട്ട് പോകാൻ ഓൾമോസ്റ്റ് എത്തി. ഇനി കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ടോപ്പിലെത്തും. ടോപ്പിൽ നിന്ന് നമുക്ക് 360 വ്യൂ കിട്ടും. അത്രയ്ക്കും ഹൈറ്റിൽ നിൽക്കുന്ന 1200 അടി പൊക്കത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മലയാണിത്. അതവിടെ ചേട്ടൻ
ഇപ്പോൾ നമ്മൾ നെയ്യാർ ഡാമിൻ്റെ ഹൈറ്റിലോട്ട് വന്നിട്ടുണ്ട്. നെയ്യാർ ഡാമിനെക്കാളും പൊക്കത്തിലോട്ട് കയറിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ നല്ലൊരു വ്യൂ കിട്ടും, അടിപൊളി. നമ്മൾ മോളിൽ നിന്ന് ചെറുതായിട്ട് ഇടി മിന്നലൊക്കെ കണ്ടിട്ടൊന്ന് താഴത്തിറങ്ങി ഒന്ന് മഴയെല്ലാം പെയ്യുവാണെങ്കിൽ പെയ്തിട്ട് പോയി കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും. ഇവിടെ ഒരു കാവ് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഒരു കാവ്, സർപ്പക്കാവ്, അമ്പലത്തിൻ്റെ ഭാഗമായിട്ട്. പിന്നെ കുറച്ചുകൂടി ഇവിടെ വരുമ്പോൾ താഴെയായിട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനെ ഒരു വൈഡായിട്ടുള്ള വ്യൂ, നെയ്യാർ ഡാമിൻ്റെ വ്യൂ, നെയ്യാർ ഡാമിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയയൊക്കെ നമുക്ക് ഇവിടെ നിന്ന് പിന്നെയും കാണാം. അവിടെ മുകളിൽ ചെന്നപ്പോൾ വേറെ ചേട്ടനും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടനാ പറഞ്ഞാൽ ഇടിമിന്നലുള്ള സമയത്ത് മുകളിൽ നിൽക്കുന്നത് സേഫ് അല്ല, അങ്ങനെ താഴോട്ടിറങ്ങി. ഇനിയിപ്പോൾ ഒന്ന് നോക്കിയിട്ട് കുറച്ചുകൂടെ ഒന്ന് പോകണം എന്നുണ്ട്. മഴ തുടങ്ങിയിട്ടുണ്ട് നൈസിന്. നൈസിന് മഴ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ടാർപോളിൻ പോലത്തെ ഒരു സംഭവത്തിൻ്റെ താഴെ വന്നിരിക്കുകയാണ്. ഇവിടെ ഷെഡ് പോലെ ഷീറ്റിട്ട്, ഇരുമ്പ് ഷീറ്റിട്ട് സംഭവമുണ്ട്. പക്ഷെ ഇതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ചുമ്മാ റിസ്ക് എടുക്കണ്ടെന്ന് വെച്ചിട്ട് ടാർപോളിൻ്റെ അടിയിലോട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം താഴെ ഇരുന്നിട്ട് പിന്നെയും കയറുകയാണ്. മുകളിലൊരു ചേട്ടൻ ഉണ്ടായിരുന്നു, ആ ദുഷ്ടൻ പറഞ്ഞ് പേടിപ്പിച്ചു. പിന്നെ ഇടിയും മിന്നലും ഒക്കെ ഉണ്ട്, അതുകൊണ്ടാണ് പിന്നെ കുറച്ച് നേരം കയറാതിരുന്നത്. ഇവിടെ മുകൾ ഭാഗത്തൊക്കെ ഒന്ന് സണ്ണ് ക്ലിയറായിട്ട് വരുന്നുണ്ട്. വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമുക്ക് മുകളിലോട്ട് പോയി നോക്കാം. അത്യാവശ്യം നല്ല വ്യൂവും ഒരു തണുത്ത ക്ലൈമറ്റൊക്കെയാണ്. മുകളിൽ ഒരു അമ്പലമുണ്ട്, ചെറിയൊരു അമ്പലം, ചെറിയൊരു കുളമുണ്ട്, ഒരു കൽവിളക്കുണ്ട്. അധികം ഏരിയ ടോപ്പിലുള്ള സ്ഥലമല്ലത്, കുറച്ച് ഏരിയ ഉള്ളൂ ടോപ്പ് ഭാഗത്ത്. സ്പീഡ് കൂടിയപ്പോൾ ക്ഷീണിച്ചു. ഇവിടെ നിന്നാണ് ഇങ്ങനെ വ്യൂ. നേരത്തെ ആ ഭാഗത്താണ് സൺലൈറ്റും മഴയൊക്കെ ആയിട്ട് കണ്ടേ. മൊത്തത്തിൽ ഇങ്ങനൊരു വ്യൂ ആണ്, മൂടി നിൽക്കുവാണ് മൊത്തത്തിൽ. ബിൽഡിങ് നമുക്ക് മുകൾ ഭാഗത്തോട്ട് വരുമ്പം കാണാൻ പറ്റും. ഇതാണ് ഞാൻ പറഞ്ഞ കൽവിളക്ക്. താഴെയാണ് അമ്പലം. മുന്നേ ഇവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു. ഈ അമ്പലം ഇതേപോലെ ഒരു സമയത്ത് ഇടി വീണ് പോയ അമ്പലമാണ്. അതിൻ്റെ ഭാഗങ്ങളാണ് അവിടെ കാണുന്നത്. അതേപോലത്തെ ഒരു അമ്പലം ഇവിടെ ഉണ്ടായിരുന്നു. ഇങ്ങനൊരു അമ്പലം നമുക്ക് ഇവിടെ ഉണ്ട്, മുകളിൽ നിന്ന് കാണാൻ പറ്റും. അമ്പലത്തിൻ്റെ കളറും ബാക്ക്ഗ്രൗണ്ടൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട്. അതുപോലെ നല്ല തണുത്ത കാറ്റ് കിട്ടാനുമുണ്ട്. ചെറിയ പോണ്ട് പോലത്തെ സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.